നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവർ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയെ രണ്ടാം തരം പൗരന്മാരായി കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗോസിയിൽ NDA റാലിയെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂർവാഞ്ചൽ എന്നും ജനദ്രോഹികളെ ശിക്ഷിച്ച പാരമ്പര്യമുള്ള പ്രദേശമാണ്. ഇന്ന് ഞാൻ പൂർവാഞ്ചലിലേക്ക് വന്നത് ഇന്ത്യ മുന്നണിക്കാരുടെ ഈ ഗൂഢനീക്കം നിങ്ങളോട് തുറന്നു പറയാനാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും എല്ലാ ജാതി വിഭാഗങ്ങളിലും പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്. അവർക്ക് ഭാരതീയരെ അല്ല ആവശ്യം. ദളിത്, ബ്രാഹ്മണർ, രജപുത്രർ, ചൗഹാൻ, യാദവർ എന്നിങ്ങനെ പ്രത്യേകം കള്ളികളിലാക്കി ജനങ്ങളെ ദുർബലപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹം ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർക്കണം. ഒന്നിച്ചില്ലെങ്കിൽ അവർ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധയെ മാറ്റി ഇത്തരം ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് എത്തിക്കും. 3 വലിയ ഗൂഢാലോചനകളാണ് ഇന്ത്യ മുന്നണിക്കാർ നടത്തിയത്. ഭരണഘടനാ വിരുദ്ധമായി സംവരണം മത അടിസ്ഥാനത്തിൽ നടപ്പാക്കുകയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പിന്നോക്ക ജനതയ്ക്ക് ആവശ്യപ്പെട്ട സംവരണം പൂർണ്ണമായും എടുത്തുമാറ്റുക. മൂന്നാമത്തേത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുക. ഇവർക്ക് രാജ്യത്തെ ഭൂരിപക്ഷ ജനം രണ്ടാം തരം പൗരന്മാർ മാത്രമാണ് എന്നും മോദി പറഞ്ഞു. SP-യും കോൺഗ്രസും കുടുംബവാദികളാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷം പൂർവാഞ്ചൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും 7 വർഷമായി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയും തിരഞ്ഞെടുത്ത മേഖലയാണ്. ഗോസി, ബാലിയ, സലേംപൂർ മണ്ഡലങ്ങളിൽ ഒരു MPയെ അല്ല, പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. കന്നി വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ മനസ്സിൽ 2012 സമാജ്വാദി പാർട്ടി ഇറക്കിയ മാനിഫെസ്റ്റോ ഉണ്ടാകണം. ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനാപരമായി ദളിതർക്ക് നീക്കിവെച്ച സംവരണം അതേ അളവിൽ മുസ്ലിങ്ങൾക്കും നൽകണമെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഭരണഘടനയുടെ ആത്മാവിന് എതിരാണ് എന്നും മോദി പറഞ്ഞു.